ബന്ധനം 2. ആരും ഉള്ളിൽ ചെല്ലരുതെന്ന് പിതാവ് തടഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തടയേണ്ടത് ദ്വാരപാലകന്റെ കർത്തവ്യമായിരുന്നു. പിതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ളിൽ ചെന്ന് ദേവവ്രതൻ വന്നിരിക്കുന്ന വിവരം അറിയിക്കേണ്ടതാണ്. പക്ഷേ ദേവവ്രതന്റെ മനസ്സിലുയർന്ന ഈ തർക്കങ്ങൾ അവിടെ നിന്നു. ദ്വാരപാലകനും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് തോന്നി. എല്ലാം അവ്യക്തമാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ പാവം എന്തു ചെയ്യും? ഉള്ളിലേക്ക് പോകാൻ ധൈര്യം കാട്ടുകയുമില്ല, തടയുക എന്ന അഹങ്കാരം പ്രവർത്തിക്കുകയുമില്ല. രാജവൈദ്യനെ വിവരമറിയിച്ചോ? ഇല്ല. അതെന്താ? അദ്ദേഹത്തിന്റെ ആജ്ഞ അങ്ങനെയാണെന്ന് തോന്നുന്നു. ദേവവ്രതൻ എന്തോ ആലോചിച്ചു നിന്നു. അമാത്യൻ എവിടെ? പെട്ടെന്ന് ദേവവ്രതൻ ചോദിച്ചു. അദ്ദേഹം ചക്രവർത്തിയോടൊപ്പം ഇവിടേക്ക് വന്നില്ല. ദേവവ്രതൻ ആശ്ചര്യം തോന്നി. അമാത്യൻ എന്തുകൊണ്ട് വന്നില്ല? അദ്ദേഹം പിതാവിനൊപ്പം പോയതായിരുന്നു. പിതാവ് അസ്വസ്ഥനാണെന്ന് അദ്ദേഹത്തിന് തീർച്ചയായും അറിയാമായിരിക്കും. അദ്ദേഹം എന്തുകൊണ്ട് വന്നില്ല? രാജവേദിനെ എന്തുകൊണ്ട് വിളിച്ചില്ല? ഊഹം കൊണ്ട് ഒന്നും അറിയാനാവില്ല. പിതാവിനെ നേരിട്ട് കാണുക തന്നെ വേണം. ദേവവ്രതൻ മുറിയിലേക്ക് കയറി. പിതാവ് അല്പം ക്ഷീണിതനായോ? നിസ്സഹായനായ രോഗിയെപ്പോലെയോ കിടക്കുകയായിരുന്നില്ല. കിടക്കയിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തോന്നിയത് പിതാവ് കരയുകയാണെന്നും സ്വയം നിയന്ത്രിക്കാനുള്ള ശ്രമത്തോടെ കിടക്കയിൽ കമിഴ്ന്നു കിടക്കുകയാണെന്നുമാണ്. ദേവവ്രതന്റെ കാലുകൾ ഭൂമിയിൽ ഉറച്ചു പോയതുപോലെയായി. അച്ഛൻ വളരെ വേദനയിലാണ്. ഹസ്തിനാപുരത്തിന്റെ ചക്രവർത്തി, കുരു രാജാവ്, വീരനായ ശാന്തനു സ്വന്തം മുറിയിൽ ഒറ്റയ്ക്ക് കിടന്നു കരയുന്നു. മനുഷ്യൻ, അവൻ ആരായാലും, ബലവാനും ജ്ഞാനിയും ചക്രവർത്തിയും ഒക്കെയാണെങ്കിലും മനുഷ്യൻ തന്നെയാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയമങ്ങളുടെ അടിമ. ലൗകിക സുഖദുഃഖങ്ങളിൽ നിന്ന് അവന് മോചനമില്ല. എങ്കിൽ പിന്നെ ജീവിതത്തിൽ സുഖദുഃഖങ്ങളെ എന്തിനംഗീകരിക്കണം? അവ ജീവിതത്തിന്റെ കാര്യകാരണ നിയമങ്ങൾക്ക് വിധേയമാണെന്ന് മനസ്സിലാക്കാത്തതെന്തേ? ഇതെല്ലാം ഒഴിവാക്കാത്തതാണെങ്കിൽ തന്നെ ഇങ്ങനെ കൈകാലിട്ടടിച്ചിട്ട് കാര്യമെന്താണ്? ലോഭത്തിന്റെയും ലാഭത്തിന്റെയും നേരെ മനുഷ്യൻ കുതിക്കുന്നത് എന്തിനാണ്? എന്തു കിട്ടും? ചക്രവർത്തി ശാന്തനു സ്വന്തം ആഗ്രഹപ്രകാരം സുഖമന്വേഷിച്ചാണ് വേട്ടയാടാൻ പോയത്. എന്നിട്ട് എന്തു സുഖം കിട്ടി? മുറിവേറ്റ മൃഗത്തെപ്പോലെ കിടന്ന് കൈകാലുകളിട്ട് അടിക്കുകയാണ്. എന്താണ് പിതാവിനെ വേദനിപ്പിക്കുന്നത്? വേട്ടയാടലിൽ ആഴത്തിലുള്ള മുറിവ് വല്ലതും പറ്റിയോ? ഇല്ല. ശരീരത്തിൽ മുറിവേറ്റാൽ അതിന്റെ വേദനയിൽ കരയുന്നയാളല്ല പിതാവ്. ഇനി അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ അമാത്യൻ കൂടെ വരുമായിരുന്നു. ഇവിടെ വൈദ്യന്മാരുടെയും ശല്യചികിത്സകരുടെയും തിരക്കാകുമായിരുന്നു. പെട്ടെന്ന് ശാന്തന് തിരിഞ്ഞു കിടന്നു. ഉള്ളിൽ നിന്നുള്ള വേദനയുടെ അസഹ്യത കൊണ്ടെന്ന പോലെ നെഞ്ചത്തിടിച്ചു. തള്ളിവരുന്ന ആവേഗത്തെ അമർത്താൻ എന്ന പോലെ ദീർഘനിശ്വാസം കടുത്ത വേദനയുടെയും ആവേശത്തിന്റെയും പ്രതീകം തന്നെയായിരുന്നു. അദ്ദേഹം ശരീരത്തെ ഒന്നാകെ ഇളക്കി മറിച്ച് തികഞ്ഞ നിയന്ത്രണമുണ്ടായിരുന്നിട്ടും ഇരു കാലുകളും ഉയർത്തി കിടക്കയിലിടിച്ചു. കട്ടിലിൽ കിടന്ന് കൈകാലുകളിട്ടടിച്ച് പിടയ്ക്കാൻ പോവുകയാണെന്ന് തോന്നി. അതായത് പിതാവിന് ശാരീരികമായ അസ്വസ്ഥ്യമല്ല. ദേവവ്രതൻ ചിന്തിച്ചു. മനസ്സ് ആവേശത്തിലാണ്. അതെ, ആവേശവും രോഗം തന്നെയാകാം. പിതാശ്രീ. ദേവവ്രതൻ മുന്നോട്ട് ചെന്ന് പിതാവിന്റെ കാൽ തൊട്ടു. ശാന്തനു എഴുന്നേറ്റ് മകനെ മാറോടണയ്ക്കുകയോ ആശീർവദിക്കുകയോ ചെയ്തില്ല. നാട്ടാചാരം ഒഴിവാക്കാനാവില്ലെന്ന ബാധ്യത കൊണ്ടെന്ന പോലെ കൈയെടുത്തു ദേവവ്രതന്റെ ശിരസിൽ വച്ചു. പിതാവിന്റെ മുഖത്ത് വേദനയുടെ സംഘർഷം വ്യക്തമായി കാണാനുണ്ടായിരുന്നു. ദീർഘകാലം പ്രവാസത്തിനു ശേഷം മടങ്ങിയെത്തിയ പുത്രനെ കണ്ടിട്ടും കണ്ണുകളിൽ വാത്സല്യമെന്നല്ല, ഔപചാരികമായ മങ്ങിയ മന്ദഹാസം പോലും തെളിഞ്ഞില്ല. വളരെ വിചിത്രമായ ഭാവമായിരുന്നു. ചൂടേറ്റു പൊള്ളുന്ന നിസ്സഹായനായ ജീവിയുടേതുപോലെ ഉഗ്രമായ മാനസികാവസ്ഥയിൽപ്പെട്ട് സർവ്വതും ദഹിപ്പിക്കാനുള്ള വ്യഗ്രമായ ഹിംസഭാവം. ഇവയിൽ ഒരു ഭാവവും അധികം നിമിഷങ്ങളോളം മാറാതെ നിന്നില്ല. നഗരകവാടത്തിൽ പ്രജകളെയും തന്നെയും അവഗണിച്ചതിനെക്കുറിച്ച് പിതാവിനോട് തനിക്ക് പരാതി പറയാനാവില്ലെന്ന് ദേവവ്രതന് തോന്നി. ഇങ്ങനെ വേദന കൊണ്ട് പിടയുന്ന മനുഷ്യന് മറ്റുള്ളവരുടെ വികാരത്തെ എങ്ങനെ മാനിക്കാനാകും? താൻ പിതാവിൽ നിന്നല്ല, ആരിൽ നിന്നും മമതയോ സ്നേഹമോ പ്രതീക്ഷിക്കില്ലെന്ന് ദേവവ്രതൻ നേരത്തെ തന്നെ സ്വയം ബോധ്യപ്പെടുത്തിയിരുന്നു. അങ്ങയ്ക്ക് സുഖമില്ലേ പിതാശ്രീ? ശാന്തനു ഒരു നിമിഷത്തേക്ക് മകനെ തറപ്പിച്ചു നോക്കിയിട്ട് ശ്രമപ്പെട്ടെന്ന പോലെ ഉലഞ്ഞെഴുന്നേറ്റ് നിന്നു. ഉത്തരീയം നേരെ ഇടാനുള്ള ശ്രമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മറുപടി പറയുന്നത് ഒഴിവാക്കി. ദേവവ്രതന്റെ മനസ്സിൽ ജിജ്ഞാസയായി. പിതാവ് ചോദ്യമാണോ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്, അതോ തന്നെയോ? മാത്രമല്ല,
പിതാവിന്റെ കണ്ണുകളിൽ ഇടയ്ക്കിടെ തന്നോടുള്ള പരിഭവത്തിന്റെ ലക്ഷണം ദേവവ്രതന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ഈ പരിഭവത്തിന്റെ കാരണമെന്ത്? അസ്വസ്ഥതയൊന്നുമില്ല ദേവാ, ശാന്തനു മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. ആലോചിക്കുകയായിരുന്നു. ചിന്താഭാരമാണ് വിഷമിപ്പിക്കുന്നത്. ചിന്തകളുടെ ചിതയിൽ എരിയുകയാണ്. പിതാശ്രീ, അങ്ങയ്ക്ക് മനോനിയന്ത്രണം നഷ്ടപ്പെട്ടതായി തോന്നുന്നു. അങ്ങയുടെ പെരുമാറ്റം എന്നെല്ലാം പറയണമെന്ന് ദേവവ്രതന് തോന്നിയെങ്കിലും ഒന്നും പറഞ്ഞില്ല. രാജവേദിനെ വിവരമറിയിക്കാത്തതെന്തേ? അതുകൊണ്ട് കാര്യമില്ല. എന്താണ് കാര്യമെന്ന് പറയുമോ? ദേവവ്രതന്റെ സ്വരം വളരെ വിനീതമായിരുന്നു. എനിക്ക് രോഗമല്ല, ക്ഷോഭമാണ്. എന്റെ ചിന്താഭാരത്തിന് വൈദ്യന്റെ പക്കൽ മരുന്നില്ല. ചക്രവർത്തിയായ സാമ്രാട്ടുകൾക്കും ചിന്താഭാരമോ? തന്റെ മനസ്സിലുയർന്നു വന്ന ഈ ചോദ്യം അശ്രദ്ധ കാരണമാണ് തന്റെ വായിൽ നിന്ന് വാക്കുകളായി പുറത്തു വന്നതെന്ന് ദേവവ്രതന് തോന്നി. പക്ഷെ ചോദ്യത്തിന്റെ രണ്ടാം ഭാഗം മനസ്സിൽ തന്നെ ഒതുക്കി. ചിന്താഭാരം ഒഴിവാക്കാനാവില്ലെങ്കിൽ സാമ്രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം? ശാന്തനു മകനെ പുതിയതായി കാണുകയായിരുന്നു. ഈ ദേവവ്രതൻ പലപ്പോഴും ക്ഷത്രിയകുമാരന്മാരെ പോലെയല്ല, വനവാസികളായ വൈരാഗികളെ പോലെയാണ് സംസാരിക്കുന്നത്. ഇവന്റെ കുട്ടിക്കാലം ഇവന് രാജകുമാരന്മാരുടെ മാനസികാവസ്ഥ നൽകാൻ കഴിയുന്നതായിരുന്നില്ല. ശാന്തനുവിന് നേരത്തെ ഇതേക്കുറിച്ച് മനസ്സിലാക്കാനായിരുന്നെങ്കിൽ മകനെ ആശ്രമത്തിൽ വിടുന്നതിന് പകരം ആചാര്യന്മാരെ കൊട്ടാരത്തിലേക്ക് തന്നെ വരുത്തുമായിരുന്നു. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ലെങ്കിലും വനവാസികൾക്കെതിരെ മനസ്സിലെ രോക്ഷം വാക്കുകളായി പുറത്തു വന്നു. ചക്രവർത്തികളായ സാമ്രാട്ടുകളെയാണ് ചിന്താഭാരം അലട്ടുന്നത് ദേവ. ഒന്നുമില്ലാത്ത വനവാസികളുടെ കയ്യിൽ ചിന്താഭാരം ഉണ്ടാകാൻ തക്കവിധം എന്താണുള്ളത്? ഇല്ലായ്മയെക്കുറിച്ചുള്ള ചിന്താഭാരവും ചിന്താഭാരം തന്നെയാണ്. ദേവവ്രതൻ ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. മറിച്ച് അത് അസൗകര്യവുമാണ്. മനസ്സിൽ തോന്നിയതിൽ അധിക ഭാഗവും വാക്കുകളുടെ നിസ്സഹകരണം കാരണം മനസ്സിൽ തന്നെ ഇരുന്നു പോയി. സാമ്രാജ്യങ്ങളുമായി ചിന്താഭാരവും ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇത്രയും ആവേശത്തോടെ ആളുകൾ രാജ്യങ്ങൾ സ്ഥാപിക്കാൻ ചാടി വീഴുന്നത് എന്തിനാണ്? അവന്റെ ഹിതം എന്തിലാണെന്ന് പോലും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. എന്തിനെയാണ് സ്വീകരിക്കേണ്ടതെന്നും എന്തു ത്യജിക്കണമെന്നും മനസ്സിലാക്കുന്നില്ല. രാജ്യം ചിന്താഭാരത്തിന്റെ താവളമാണെങ്കിൽ മനുഷ്യനത് ആയിരിക്കാം. ശാന്തനു അശ്രദ്ധമായി പറഞ്ഞു. ചിന്തകളുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയതുപോലെ തോന്നി. ഗംഗ എന്തുകൊണ്ടാണാവോ എന്റെ 7 പുത്രന്മാരെയും ജീവിതത്തിൽ നിന്ന് മുക്തരാക്കിയത്? പിതാവിന്റെ മനസ്സിൽ പത്നിയെക്കുറിച്ചുള്ള ഓർമ്മയാണോ ഉണ്ടായത്, അതോ മക്കളുടെ ഓർമ്മയാണോ ഉണ്ടായതെന്ന് പിതാവ് ഈ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോഴേക്കും ദേവവ്രതന് സംശയം തോന്നാറുണ്ടായിരുന്നു. 7 മക്കളെ വധിച്ചു കളഞ്ഞ ഒരാളോട് തോന്നേണ്ട വികാരത്തിന്റെ ഒരു കണം പോലും ശാന്തനുവിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഹൃദയഭേദകമായ ആ സംഭവങ്ങൾക്കു ശേഷം പോലും ഇന്നോളവും പത്നിയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തെ മോഹിപ്പിച്ചിരുന്നു. സ്വന്തം മക്കളെ വധിച്ചു കളഞ്ഞ ആ പത്നിയോട് ഇപ്പോഴും അദ്ദേഹത്തിന് വെറുപ്പുണ്ടായിരുന്നില്ല. സന്താനങ്ങളും പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പത്നിയെ രോഷം കൊള്ളിച്ചത്. പക്ഷേ മക്കളോ പത്നിയോ എന്ന് നോക്കിയാൽ രണ്ടിലൊന്നു മതി എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. രണ്ടും വേണം. പക്ഷേ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കണമെന്നാണെങ്കിൽ ഇദ്ദേഹം ആരെ തിരഞ്ഞെടുക്കും? ദേവവ്രതന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നീ എൻ്റെ ഒരേ ഒരു പുത്രനാണ്, ശാന്തനു പറഞ്ഞു. പക്ഷേ ഒരു മകൻ മാത്രമുള്ള അച്ഛൻ മക്കളില്ലാത്ത ആളിനേക്കാൾ ദുഃഖിതനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. അതെന്താണ് പിതാശ്രീ? മകനെ, ആദ്യമായി ശാന്തനുവിന്റെ സ്വരം മൃദുലമായി. ഒരു മനുഷ്യന്റെ പ്രാണൻ നിസ്സഹായനായ ഒരു പാവം പക്ഷിയുടെ ഉള്ളിൽ അടച്ചു വെക്കുകയും പക്ഷിയെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിക്കുകയും ചെയ്താൽ ആ വ്യക്തിയുടെ സ്ഥിതി എന്താകും? ദേവവ്രതൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പിതാവ് പറഞ്ഞു തീരാൻ കാത്തു. ആകാശത്ത് പരുന്തും കഴുകനും മറ്റ് ഹിംസ്ര പക്ഷികളുമുണ്ട്. ഭൂമിയിൽ അവിടവിടെ വേട്ടക്കാർ വല വിരിച്ചിരിക്കുന്നു. ആരുടെയെങ്കിലും ബാണം ലക്ഷ്യം തെറ്റി അതിൻ്റെ മേൽ ചെന്ന് തറയ്ക്കാം. ആ പക്ഷിക്ക് ഹാനിയൊന്നും പറ്റിയില്ലെങ്കിലും ആശങ്കകൾ കാരണം ആ പ്രാണന്റെ ഉടമയുടെ സ്ഥിതി എന്താകും? ഇനി ആ പക്ഷി കൊല്ലപ്പെട്ടാൽ ആ വ്യക്തിയുടെ സ്ഥിതി എന്താകും? ശാന്തനു മറുപടിക്കായെന്ന പോലെ ദേവവ്രതന്റെ നേരെ നോക്കി. എന്നിട്ട് സ്വയം പറഞ്ഞു, നീ എൻ്റെ ഒരേ ഒരു മകനല്ലേ ദേവാ. എൻ്റെ പ്രാണൻ നിന്റെ ഉള്ളിലാണ്. നീ ഒരു നിമിഷത്തേക്കെങ്കിലും എന്നിൽ നിന്ന് അകന്നാൽ എൻ്റെ ആത്മാവ് പിടയ്ക്കുന്നു. പിതാവിനോട് തർക്കിക്കണമെന്ന് ദേവവ്രതന് തോന്നി. ഇത് സത്യമായിരുന്നെങ്കിൽ നഗരകവാടത്തിൽ പിതാവിനെ സ്വീകരിക്കാൻ കാത്തുനിന്ന പുത്രനെ അവഗണിച്ച് പിതാവ് സ്വന്തം അന്തപുരത്തിൽ ഇങ്ങനെ വന്നു കിടക്കുമായിരുന്നില്ല. മകൻ സുഖമായും സന്തോഷമായും ഇരിക്കുമെന്ന് കണ്ട് അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ആലിംഗനം ചെയ്യുമായിരുന്നു. പുത്രൻ ഇത്രയ്ക്ക് പ്രിയപ്പെട്ടവനായിരുന്നെങ്കിൽ അവനെ നഗരത്തിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് നദീതീരങ്ങളിലും കൊടുങ്കാടുകൾ വേട്ട നടത്തി ആനന്ദിക്കാൻ പോകുമായിരുന്നില്ല. ഇപ്പോൾ മകൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ
അവനെ ആവേശത്തോടെ ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിക്കേണ്ടതിനു പകരം വിഷമിച്ച് കിടക്കയിൽ കിടക്കുമായിരുന്നില്ല. പക്ഷേ ദേവവ്രതൻ ഒന്നും പറഞ്ഞില്ല.